അല്ല പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാൾ അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു ഇങ്ങനെ നാളെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. അതെ ചോദ്യം, ഇപ്പോ സോണിയാഗാന്ധിയെ പോലെ രാജ്യത്തിന് ഏറ്റവും സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് ഈ സ്ഥലം MP പോലും അറിയാതെ അവര് പെർമിഷൻ എടുക്കുന്നു, പിന്നീടാണ് താങ്കളെ കൂടെ വരുമ്പോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു, എത്രയോ ആളുകൾ അവിടെ അപ്പോയിൻമെൻറ്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോയി അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന അല്ല, ഇത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിന് മുമ്പ് കയറി വെടിവെക്കാതിരി അതിന് മുമ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷേ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിൻ്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ഇന്നിപ്പോൾ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെൻറ്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക ആരാണെന്നോ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? അല്ലല്ല, പേര് പറയാനില്ല. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഫോൺ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാഹനത്തിന്റെ കീ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയില്ലേ? താങ്കൾ UDF കൺവീനർ എന്ന നിലയ്ക്ക് കൂടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ജോൺ ബ്രിട്ടാസും ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. അല്ല, അത് അന്വേഷിക്കണം. അതും അന്വേഷിക്കുന്നതാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കുറിച്ച് SIT അന്വേഷണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. ആ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഈ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയും അവിടെ ഡൽഹിയിലൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആരോപണം. ഇനിയിപ്പോൾ അതിന് വേറെ ഒന്നും പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.